ഈ കാലത്ത് നമ്മൾ പേടിച്ചിരുന്ന കഥ, ആ ഒരു കഥയെ ഇത് സ്ക്രിപ്റ്റ് ചെയ്ത ആൾക്ക് എത്ര വയസ്സ് വരുമെന്നോ പ്രായമുള്ള ആളാണെന്നോ എന്ന് എനിക്കറിഞ്ഞൂടാ, അല്ലെ അയാളത് അന്വേഷിച്ചിരിക്കും. ആ കാലഘട്ടത്തിന്റെ കഥയാണ് ഈ സുമതി വളവ്. സുമതി വളവിന്റെ പടത്തിന്റെ മൊത്തത്തിൽ ഈ സ്റ്റോറി ലിങ്ക് ചെയ്തിട്ട് ആ കാലഘട്ടത്തിൽ ചിന്തിച്ച് കാണിക്കുന്ന ഈ ചിത്രം തിയേറ്ററിൽ നിന്ന് കണ്ടു. ഹരിശ്രീ അശോകന്റെ മകൻ അഭിനയിച്ചിരിക്കുന്ന സിനിമ, ഹരിശ്രീ അശോകന്റെ മകൻ, പുതിയ നായിക, പിന്നെ പോപ്പുലർ എന്ന് പറയാൻ പറ്റിയ അതിൽ ആർട്ടിസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. പുതിയ നായിക, പുതിയ സബ് നായിക, പിന്നെ നമ്മളെ അത്യാവശ്യം മലയാളത്തിലെ പിന്നെ സൈജു കുറുപ്പ്, പിന്നെ അതിൻ്റെ ഒപ്പം മറ്റു ചില പുതിയ നടന്മാര്, വില്ലനായിട്ട് അഭിനയിക്കുന്നവരൊക്കെ പുതിയ ആൾക്കാർ. പക്ഷെ ഇതൊരു ഗ്രാമത്തിൽ എൻ്റെ കൊച്ചുകാലത്ത് നടന്ന കഥയല്ല, പഠിപ്പിച്ചിരുന്നതാ. ഇങ്ങനെ ഒരു സിനിമ നല്ല രീതിയിൽ 2.5 മണിക്കൂർ ഒരു ബോറില്ലാതെ നല്ല സ്റ്റൈലിൽ ചെയ്തിട്ട് വച്ചിട്ടുണ്ട്. ഈ സിനിമ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഇത് എന്തുകൊണ്ട് തിയേറ്റർ വാച്ച് എന്ന് ഞാൻ പറയുന്നത്, ഈ സിനിമ ഒരിക്കലും വിഷ്വലൈസ് ചെയ്തിട്ട് ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതൊന്ന്. പുതിയ രീതിയിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി അത് പറഞ്ഞെന്നുള്ളൂ, ഒന്നില്ല. പക്ഷെ ഇതിനകത്ത് ഈ പടം ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് നിങ്ങളൊന്ന് പുതിയ തലമുറയൊക്കെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തോ, അല്ലെങ്കിൽ പഴയ കാലത്തെ ചിത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അന്നത്തെ കാലത്തെ എല്ലാ ചുറ്റുപാടും ആ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് ഒരു ആധുനിക ഒട്ടും വരാത്ത രീതിയിൽ അവിടെയുള്ള ക്ഷേത്രങ്ങളായാലും, അത് ചുറ്റുപറ്റി വരുന്ന ഗ്രാമമായാലും, ആ ഗ്രാമത്തിന്റെ ഓരോ കവലകളായാലും, അത് ചുറ്റുപറ്റി വരുന്ന കാട്ടിനകത്തൂടെയുള്ള ചെറിയ വളവായാലും, പിന്നെ ഇതിലെല്ലാം ഉപരി അതിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെ വസ്ത്രങ്ങളായാലും, നായികയുടെ ഒരു പൊട്ട് മുതൽ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്ലൈഡ് കുത്തുന്ന ഒരു രീതിയുണ്ട് ആ കാലഘട്ടത്തൊക്കെ. പെൺകുട്ടികൾ ഇങ്ങനെ പൂ ഇങ്ങനെ വെച്ചിട്ട് കുത്തുന്ന ഒരു പോയിന്റുകളുണ്ട്, ഇങ്ങനെ അടുക്കി കുത്തിയ എങ്ങനെയായിരിക്കും അതുവരെ. പിന്നെ ബ്ലൗസിന്റെ ഒക്കെ ലെങ്ത്, കട്ടിങ്സ്, അങ്ങനെ എല്ലാ രീതിയിലും നല്ല ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഒരുക്കിയിരിക്കുകയാണ് പടം. പിന്നെ ഇത് പടത്തിലോട്ട് ഞാൻ എത്തനേ ഉള്ളൂ. പിന്നെ ആ കഥ പറഞ്ഞ രീതി, ഈ ഗ്രാമ പശ്ചാത്തലം, ഇതെല്ലാം നല്ല രീതിയിൽ ഒരുക്കി ആർട്ട് ഡയറക്ഷൻ അത് മികച്ചു തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇത് ആർട്ട് ഡയറക്ഷൻ എന്ന് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ അവർ ഒതുക്കിയിട്ടുണ്ട്. ഒരു ആർട്ട് ഡയറക്ഷൻ ഇതിനകത്ത് ഉണ്ടെന്നേ പറയില്ല. കാരണം ഇതെല്ലാം എവിടെയായാലും ഇത് ഒരു പർട്ടിക്കുലർ പല സ്ഥലത്തായിട്ടായാലും ഇതെല്ലാം ചെയ്തെടുക്കണം. അങ്ങനെ ആ ഒരു സീൻ സീക്വൻസ് എല്ലാം ചെയ്ത് കൊണ്ടുവന്ന്